ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഡൈക്കോട്ടമിയാണ്. ഡൈക്കോട്ടമിയുടെ ഡെഫിനിഷനും കാര്യങ്ങളൊന്നും അല്ല. അതിനെ ബേസ് ചെയ്തിട്ട് കേട്ടൊരു കഥ പറയാം. ആ കുട്ടിയുടെ ലൈഫില് ഒരു ടാഗ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറപ്പായിട്ടും ഡൈക്കോട്ടമി എന്നുള്ള വാക്കുണ്ടാവും. ഇത്ര രണ്ട് എക്സ്ട്രീമിലുള്ള കാര്യങ്ങൾ ഒരേ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. വേറൊരു വാക്ക് ഉണ്ടാവുന്ന ഉറപ്പുള്ളത് ഗ്രേസ് ആണ്. ഗ്രേസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള എന്നാൽ ഡൈക്കോട്ടമിയിൽ ജീവിക്കുന്ന ഒരാൾ പറഞ്ഞു തന്ന കഥയാണ്. ഷീ ഇസ് ഓൺ എ ഡേറ്റ് വിത്ത് എ ഗൈ. അപ്പോ ഒരുപാട് കാത്തിരുന്ന് പോയൊരു ഡേറ്റ് ആണ്. അപ്പോ ആ കുട്ടി വിചാരിച്ചത് അതൊരു കാഷ്വൽ ഡേറ്റ് ആണ്, കാഷ്വൽ റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു ഫസ്റ്റ് ഡേറ്റ് ആണെന്ന് മാത്രമാണ്. അപ്പോ ആ പയ്യന് അത് ഓക്കെ അല്ലായിരുന്നു. ഹി വാണ്ടഡ് എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. ആള് അത് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇവരുടെ ഡേറ്റിനെത്തി, കുറേ സംസാരിച്ചു, മണിക്കൂറുകളോളം സംസാരിച്ചു. എന്നിട്ട് ഈ റിലേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ക്ലിയർ ആക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് അവളെ ഏറ്റവും റീസെന്റ് സ്ട്രൈക്ക് ചെയ്ത ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ടാണ് അവൾ കൺവിൻസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വീട്ടില് ജനലിന് അടുത്ത് എപ്പോഴും ഒരു കിളി വന്നിരിക്കും. ആ കിളിക്ക് നമ്മൾ വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കും, ധാന്യങ്ങൾ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ ആ കിളിയോട് ഇഷ്ടം കൂടിയിട്ട് ആ കിളിയെ പിടിച്ചൊരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കിളിക്ക് ഭയങ്കര സങ്കടാവും അല്ലേ? പറക്കാന്നുള്ളൊരു സാധനം തന്നെ മറന്നു പോകും. ആൻഡ് ഷി വാസ് വെരി ക്ലിയർ വിത്ത് ദിസ് ഐഡിയ. ആൻഡ് കേൾക്കുന്ന ആള് മോശമൊന്നും ആയിരുന്നില്ല. അയാൾ നന്നായിട്ട് കഥ പറയാൻ അറിയുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കഥ പറഞ്ഞു തരാൻ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ കഥ പറഞ്ഞു തുടങ്ങി. രണ്ട് കുട്ടികള് പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പട്ടം പറത്തുന്നു, മറ്റേ ആള് അത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പട്ടത്തിന് സംസാരിക്കാൻ പറ്റുന്ന കഥയാണ്. പട്ടം ഇങ്ങനെ പറന്ന് ഒരുപാട് ഹൈറ്റിലെത്തി. അവിടെ എത്തിയപ്പോ ഒരു പരുന്തിനെ കണ്ടു. അപ്പൊ പരുന്ത് പട്ടത്തിനോട് പറഞ്ഞു, നോക്ക്, ആ കുട്ടിയുടെ കയ്യില് ആ നൂലില്ലാത്ത പക്ഷം നിനക്ക് എത്ര ഹൈറ്റിൽ പറക്കാൻ പറ്റും. അപ്പൊ പട്ടത്തിന് ഭയങ്കര ടെൻഷനായി. അയ്യോ, എനിക്ക് പറക്കാൻ ഇനിയും പറ്റുമല്ലോ. പട്ടം എന്ത് ചെയ്തു? അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അത് പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ പരുന്ത് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ നൂല് മുറിച്ച് കളയാം, ഉപ്പ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്യാം, നീ നിനക്ക് ഇഷ്ടം അത്ര പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞ കേട്ട വാതി കേൾക്കാത്ത വാതി പട്ടം എന്ത് ചെയ്തു? ഡീൽ, ആ നൂലങ്ങൾ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പരുന്ത് നൂല് കട്ട് ചെയ്തു. ഈ പട്ടം പറക്കാൻ തുടങ്ങി. ദിശയില്ലാതെ പറക്കാൻ തുടങ്ങി. ഒരു മരത്തിൽ പോയി കുടുങ്ങി. കഥ തീർന്നു. അവരതിനു ശേഷം വർഷങ്ങള് ഒപ്പുണ്ടായിരുന്നു അത്രേ. എന്റെ അടുത്ത് നടന്ന സംഭവങ്ങള് ഭയങ്കര ഇതിലും വലിയ ഡൈക്കോട്ടമിയിലാണ്. പക്ഷെ ഒരേ ആശയത്തിനെ കേജ് ചെയ്യുന്നതും പറക്കാൻ സമ്മതിക്കുന്നതും എത്ര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാത്തിനും ഇതുപോലത്തെ റീസൺസ് ഉണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വേർഷൻസും ഉണ്ട്. So don't believe your version is right. And life is always full of dichotomies. Just remember these stories. Thank you for watching till here. Bye bye.